അയ്യോളൂ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ആസാം എഞ്ചിനീയറിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. അവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആസാം ടെക്സ്റ്റൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ ഈ പറഞ്ഞ ഗുവാഹട്ടിയിലാണ്. അവിടെ നമ്മുടെ പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഈ AESRB ഇതിൻ്റെ എല്ലാ ആദ്യത്തെ വേർഡാണ് എടുത്തേക്കുന്നത്. AESRB ഇതിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. www.SCSRB.in നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ലെക്ചറായിട്ടാണ് ഇരിക്കുന്നത്, ലെക്ചറർ ടെക്നിക്കൽ. അപ്പോൾ ആ കിട്ടിയിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. പക്ഷേ അതിന് സീറ്റ്സ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ 23, 10, ഇലക്ട്രിക്കൽ 14, കെമിക്കൽ 2, കമ്പ്യൂട്ടർ സയൻസ് 0, അഗ്രികൾച്ചറിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ 5. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ 67 സീറ്റ്സ് ഈ പറഞ്ഞു വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു വന്ന ടോട്ടൽ സീറ്റ്സ് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് റിസർവേഷനും ഒക്കെ വരുന്നുണ്ട്. 2 കാറ്റഗറിയിലാണ്. 9A ബി ടെക്കുകാർക്ക് വേണ്ടിയുള്ളത്. അത് 4 years കോഴ്സ് മാത്രം മതി. അതിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം നിർബന്ധമുണ്ട്. അതേപോലെ ലെവൽ 10 ഉണ്ട്, ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക്. അത് ഈ പറഞ്ഞു വന്ന 2 കേസിലും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 21 to 38 years ആണ്. അവിടെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 21/2025 ആണ്. അതേപോലെ തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ CBT ഉണ്ട്, അല്ലെങ്കിൽ OMR എക്സാം ഉണ്ട്. CBT അല്ല, OMR എക്സാമാണ്, MCQ ബേസ്ഡ്. അത് 75 മാർക്കിനും പിന്നെ ടീച്ചിങ് പ്രൊഫഷൻസ് ടെസ്റ്റും ഉണ്ടാവും, അത് 25 മാർക്സിനും. അതിൽ നിന്നാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ വരാം. അപ്പോൾ ടോട്ടൽ സീറ്റ്സ് ഇതിന് വരുന്നത് 138 ആണ്. നമ്മൾ കണ്ട മുമ്പത്തെ സീറ്റ്സിൻ്റെ കൂടെ വേറെയും സീറ്റ്സുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അവർ ടോട്ടൽ സീറ്റ്സ് പറഞ്ഞേക്കുന്നത് 130 ആണ്. അപ്പം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, കാരണം ഇതിൻ്റെ ടൈം വളരെ കുറവാണ്. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നല്ല ഓപ്പർച്യൂണിറ്റികൾ PSUs നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു, ബൈ.